ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ ടിക്ക മസാലയാണ്. ഗ്രേവി ആയിട്ടും ഗ്രേവി ഇല്ലാതെയും ഉപയോഗിക്കാവുന്നതാണ്. അതിനായി ഞാനൊരു 250 ഗ്രാം ചിക്കൻ പീസസാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി ബോൺലെസ്സോ ബോണോട് കൂടിയതോ എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ചെറിയ ചെറിയ കട്ടിങ്സ് ആയിട്ടാണ് ചിക്കൻ പീസ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു പകുതി ലെമൺ ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക. കൂടെ തന്നെ 1/4 കപ്പ് തൈര്, നല്ല കട്ടി തൈര്, അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം നല്ലത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം കൂടി കൂട്ടി കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായി തിരുമ്മി അരമണിക്കൂർ വയ്ക്കുക. അപ്പോഴേക്ക് അതിൻ്റെ മസാലയെല്ലാം പിടിച്ച് തൈരും ചെറുനാരങ്ങ ഉള്ളതുകൊണ്ട് ചിക്കൻ നന്നായി സോഫ്റ്റായി എല്ലാ മസാലകളും പിടിച്ച് നല്ല പരുവത്തിലാവും. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ചിക്കൻ പീസ് നിരത്തി ഒരു 1/4 ഭാഗം സെമി ഫ്രൈ ആയി എടുക്കുക. മീഡിയം ഫ്ലെയിം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ സെമി ഫ്രൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത കുക്കിംഗ് വളരെ എളുപ്പമായിരിക്കും. അതിനുശേഷം അതും എടുത്തതിന് ശേഷം അതേ പാനിലോട്ട് തന്നെ ഓയിൽ മിക്കവാറും ബാക്കിയുണ്ടാവും. അതിലേക്ക് ഒരു 10 വെളുത്തുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തിട്ട് 1 മിനിറ്റ് സോട്ട് ചെയ്യുക. അത് ചെറുതായി മുരിഞ്ഞ് വരുമ്പോൾ ഒരു സബോള കട്ടിങ്സ് കൊണ്ടിടാം. ചെറുതായി അരിഞ്ഞ സബോള ഇട്ട് അതും 1-2 മിനിറ്റ് വഴറ്റിയെടുക്കുക. സബോള ഏകദേശം ലൈറ്റ് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി, അതായത് 2 നല്ല പഴുത്ത തക്കാളി വേവിച്ച് തൊലി കളഞ്ഞ് അരച്ച് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ടൊമാറ്റോ പ്യൂരി അതുപോലെ തന്നെ വാങ്ങാനും കിട്ടും. അതുപോലെ ചുമന്ന കളർ കിട്ടാൻ വേണ്ടിയാണ്. അത് അതിലേക്കിട്ട് നന്നായി ഫ്ലെയിം കൂട്ടി വെച്ച് തക്കാളിയുടെ പച്ചമണമൊക്കെ മാറ്റി വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഏകദേശം അതിന് വെള്ളമൊക്കെ പറ്റി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അധികം എരിവും ഉണ്ടാവില്ല. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും ഇട്ട് നന്നായി ഇളക്കി 1 മിനിറ്റ് ഇളക്കുക. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ്, കളർ കിട്ടാൻ വേണ്ടിയാണ്, ഒരു സ്വീറ്റ്നെസ്സും കിട്ടും. ടൊമാറ്റോ സോസ് ചേർക്കുക. ഒന്നും കൂടി 1 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം നല്ലൊരു റെഡിഷ് കളറായിട്ടുണ്ട്. ഒരിക്കലും കളർ ചേർക്കാതെ ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുന്നതാണ് നല്ലത്, അല്ലാതെ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. അതിനുശേഷം നമ്മുടെ ചിക്കൻ പീസസ്, വറുത്ത് കോരിയ ചിക്കൻ പീസസ് അതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല മതിയെങ്കിൽ ഇത്രയും നമ്മൾ ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലും നമുക്ക് ഗാർണിഷ് ചെയ്യാനുണ്ടെങ്കിൽ അതിട്ട് ഗാർണിഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സ്പ്രിംഗ് അണിയനോ അതല്ലെങ്കിൽ കസൂരി മേത്തിയൊക്കെ ഇട്ട് ഡ്രൈ ചിക്കൻ ടിക്ക മസാലയ്ക്ക് ഇത്രയും മതി. ഇനി ഗ്രേവി ആവശ്യമുള്ളവർ നമുക്ക് തിക്ക് ക്രീമോ അല്ലെങ്കിൽ തിക്ക് കോക്കനട്ട് മിൽക്കോ ഇതിനകത്തേക്ക് 1 കപ്പ് ഒഴിച്ച് ഒന്നും കൂടി ഇളക്കി വേവിക്കുക.
ഇപ്പോൾ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഗ്രേവി ആകുമ്പോൾ കളർ പോകുന്നതാണ്. പിന്നെ ഗ്രേവി ആവശ്യമുള്ളവർ മാത്രം അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മതി. അതിലേക്ക് 1 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ 4-5 ടേബിൾ സ്പൂൺ ക്രീം എടുത്ത് സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ച് ലൂസാക്കി ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് 2-3 മിനിറ്റ് വറ്റിച്ച് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണം അതനുസരിച്ച് ഇത് കുറുക്കിയെടുക്കുക. അങ്ങനെ ഗ്രേവി ആവശ്യത്തിനായി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടെ തന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കാഷ്യൂ പേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു 5-6 കാഷ്യൂ അരച്ചതിലേക്ക് ചേർക്കാവുന്നതാണ്. സ്പ്രിംഗ് അണിയൻ ചേർക്കാവുന്നതാണ്. കൊറിയാൻഡർ ലീവ്സ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ സ്വല്പം കാഷ്യൂ പേസ്റ്റും 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കസൂരി മേത്തി 1 ടീസ്പൂൺ എടുത്ത് കൈ കൊണ്ട് ഞെരടി ഇതിലേക്ക് ചേർക്കുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി 1 പീസ് ബട്ടർ, ചെറിയൊരു പീസ് ബട്ടർ അല്ലെങ്കിൽ ഗീയോ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതും ഇതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും കൂട്ടുന്നതാണ്. സ്വല്പം നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് അവസാനമായി ഇട്ട് നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.